ഹായ് ഓൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കടലയും പപ്പടവും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കടല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കടല കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പപ്പടവും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് 4 മണി ചായക്കൊക്കെ നല്ലൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് കടല വേവിച്ചെടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ കടല വെന്ത് കിട്ടണം. നമുക്കിത് ഇതുപോലെ പ്രസ് ചെയ്താൽ ചതഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഞാൻ വെള്ളമൊഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള കടലയാണിത്. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പാകത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിലേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനാദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ സ്നാക്കൊക്കെ കുറച്ചൊരു സ്പൈസി ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിൽ എരിവിന് വേണ്ടിയിട്ട് വേറെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാലയും അതുപോലെ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. ചിക്കൻ മസാലയിലും എരിവുണ്ടാവും, അതുപോലെ കുരുമുളക് പൊടിയും എരിവുള്ളതാണല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് അതിൽ തന്നെ ഉണ്ടാവും. ഇനി ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ള കടല മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലയൊക്കെ കടലയിൽ പിടിക്കണം, അതുവരെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ചിക്കൻ മസാലയും മല്ലിയിലയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി ഞാനിവിടെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ ഒരു പശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മൈദയും അതുപോലെ വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഒട്ടിച്ചെടുക്കല്ലേ, അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പപ്പടം എടുത്തിട്ട് നമ്മൾ സമൂസയൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിങ്ങനെ ഈ ഒരു കോണാക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് പശ തേച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്യുന്നതൊക്കെ ഇനി നിങ്ങൾക്ക് ഷേപ്പൊക്കെ വേണമെങ്കിൽ മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കോൺ ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാപ്പൊക്കെ നമുക്ക് മൈദയുടെ പശ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്നും ഉള്ളിലേക്ക് കയറില്ല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കടലയുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്തും കൂടെ നമുക്ക് ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. കോണിലൊക്കെ ഹോൾ ഉണ്ടെങ്കിലൊക്കെ മൈദ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പപ്പടവും കടലയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്